പറഞ്ഞു വരുന്ന വിഷയത്തിന് തുടർച്ചയായിട്ടാണ് ഞാൻ ഇന്നും നിങ്ങളോട് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നത്. സാധാരണ ക്രിസ്മസിനോട് ചേർന്നൊരു ക്രിസ്മസ് സന്ദേശം നൽകുക എന്നൊരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ പ്രസംഗിച്ച് വരുന്നതിൻ്റെ തുടർച്ചയായി സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് സാധാരണഗതിയിൽ മിഷണറി വേലയെ സംബന്ധിച്ച് മിസിയോളജിസ്റ്റുകൾ എന്ന് പറയും. അവർ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒന്നാം മിഷണറി യാത്ര എന്ന് വിളിക്കുന്ന ആ യാത്രയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. അതിൻ്റെ തുടക്കം അപ്പോസ്തല പ്രവർത്തികൾ 13-ാമത്തെ അധ്യായത്തിലാണ് എന്ന് നമുക്കറിയാം. അത് അപ്പോസ്തലനായ പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും മിഷണറി പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേക മുഖമാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഈ മിഷണറി യാത്ര ആരംഭിക്കുന്നത് കുപ്രോസ് എന്ന് പറയുന്ന, ഇംഗ്ലീഷിൽ അതിനെ സൈപ്രസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ സ്ഥലത്താണ് ഈ പ്രവർത്തനം ആരംഭിക്കുന്നത്. എത്ര കാലം പൗലോസും ബർന്നബാസും അവിടെ പ്രവർത്തിച്ചു എന്ന് നമുക്കറിയില്ല. അതിനെക്കുറിച്ച് കാലദൈർഘ്യമൊന്നും ലൂക്കോസ് നമുക്ക് പറഞ്ഞു തരുന്നില്ല. എന്നാൽ അവിടുത്തെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു പ്രത്യേക സംഭവമുണ്ട്. അതാണ് നമ്മളുടെ ഇന്നത്തെ പ്രസംഗത്തിൻ്റെ ശ്രദ്ധ. ആ സംഭവമാണ് അത് ബെറിയേശു അല്ലെങ്കിൽ എലീമാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുമായുള്ള സംഘർഷമാണ്. അദ്ദേഹത്തുമായുള്ള ഏറ്റുമുട്ടലാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമായിട്ട് ലൂക്കോസ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അദ്ദേഹം, നമുക്കറിയാമല്ലോ, പൗലോസും ബർന്നബാസും അല്ലെങ്കിൽ ബർന്നബാസും ശൗലും എന്നാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് വിളിക്കുന്നത്. അവർ കുപ്രോസ് ദ്വീപിൽ വന്നു. അതിൻ്റെ ഒരറ്റമാണ് അല്ലെങ്കിൽ അതിൻ്റെ കിഴക്കേ അറ്റമാണ് സലാമീസ് എന്ന് പറയുന്ന ആ പ്രദേശം. അവിടെ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ദൂരം കാൽനടയായിട്ട് യാത്ര ചെയ്ത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞു, ഒരു ദിവസം നന്നായി നടക്കുന്നയാളാണ് എങ്കിൽ ഏകദേശം ഒരു 25 കിലോമീറ്റർ നടക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അവരത്രയും വേഗത്തിൽ നടന്നു എന്ന് നമുക്കറിയത്തില്ല. ഏതായാലും ശരി, ഒരു 10-30 എന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ. അത്രയും ദിവസത്തെ നടപ്പ് കഴിഞ്ഞാണ് പൗലോസും ബർന്നബാസും ഈ പാംഫോസ് എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്നത്. അത് ആ ദ്വീപിലെ തലസ്ഥാന നഗരിയാണ്. ആ ദ്വീപിൻ്റെ തലസ്ഥാന നഗരിയാണ് പാംഫോസ് എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലം. അവിടുത്തെ ഗവർണർ സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മാനസാന്തരം ഒരു ഗംഭീരമായ സംഭവമാണ്. അദ്ദേഹം സുവിശേഷം വിശ്വസിച്ചു. സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന സൈപ്രസിൻ്റെ ഗവർണറായിരിക്കുന്നയാൾ സുവിശേഷം വിശ്വസിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്നാൽ ലൂക്കോസിൻ്റെ ശ്രദ്ധ അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ശരിയാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ സമയം കൊടുക്കുന്നത് ഈ എലീമാസ് എന്ന് പറയുന്ന ഈ മനുഷ്യനുമായുള്ള ആ ഒരു സംഘർഷം അല്ലെങ്കിൽ ആ ഒരു സംഘട്ടനം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സംവാദമാണ് ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ട് ലൂക്കോസ് നമ്മളോട് പറയുന്നത്. ശരി, നമുക്ക് ആ വേദഭാഗത്തേക്ക് വരാം. 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവർത്തികൾ 13-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതൽ 12 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. അവർ ദ്വീപിൽ കൂടി പാംഫോസ് വരെ ചെന്നപ്പോൾ ബെറിയേശു എന്ന പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സെർഗിയോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെ ആയിരുന്നു. അവർ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി അവൻ ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ എലീമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം, അവരോട് എതിർത്തു നിന്നു. ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് എന്നും പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റ് നോക്കി. ഹേ, സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവനീതിയുടെയും ശത്രുവേ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്നത്
നീ മതിയാക്കുകയില്ലയോ? ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവൻ്റെ മേൽ വീണു. കൈപിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. അവിടെ 13-ാമത്തെ അധ്യായം നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസിൻ്റെ മിഷണറി യാത്രയുടെ, അല്ലെങ്കിൽ ഒന്നാം മിഷണറി യാത്ര എന്ന് വിളിക്കുന്ന ആ യാത്രയാണ്. അപ്പോൾ ഈ അധ്യായത്തിൽ മിഷണറി വേലയെ സംബന്ധിച്ചുള്ള വളരെ ശ്രദ്ധേയമായ ചില പ്രത്യേകതകൾ നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനതിൻ്റെ വേദശാസ്ത്രമൊക്കെ പറയാം. പ്രായോഗികമായിട്ട് മിഷണറി വേല ചെയ്യുന്ന ബെന്നി സഹോദരനും കുടുംബവും നമ്മളോട് ഉണ്ട് എന്നുള്ളതിലും ഞാൻ സന്തോഷിക്കും. അപ്പം നിങ്ങൾ പ്രായോഗികമായിട്ട് അതൊക്കെ ചെയ്യുക. അതിൻ്റെ വേദശാസ്ത്രം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ മിഷണറി വേലയെക്കുറിച്ച് പറയുന്ന 13-ാമത്തെ അധ്യായത്തിലെ ആദ്യ പ്രസ്താവന, അല്ലെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മിഷണറി വേലയ്ക്കായിട്ട് ആളുകളെ അയക്കുന്നത് ദൈവമാണ് എന്ന കാര്യമാണ് ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ അയച്ചിട്ട്, അപ്പം നിങ്ങളെ ആരാ അയച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന മറുപടി എന്നെ ദൈവമാണ് അയച്ചത് എന്ന് പറയാൻ പറ്റിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു കിട്ടുമോ? നിങ്ങളെ അയച്ചത് ആരാണ് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി എന്താ? എന്നെ അയച്ചത് എൻ്റെ കർത്താവാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നെ അയച്ചത് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, നമുക്ക് സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. സുവിശേഷ വേലയുടെ മിഷൻ പ്രവർത്തനത്തിൻ്റെ പിൻബലം, അതിൻ്റെ ശക്തി, അതിനെ സാധ്യമാക്കി തീർക്കുന്നത് ദൈവം തന്നെയാണ്. അല്ലാതെ മറ്റൊരാർക്കും അത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. മാനുഷികമായിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെയും പിൻബലം ദൈവവേലയ്ക്ക് മതിയായതല്ല. ദൈവം തന്നെ ദൈവത്തിൻ്റെ വേല തികയ്ക്കുന്നു എന്നതാണ് ദൈവവചനത്തിൻ്റെ ധൈര്യം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവമാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെയും നമ്മളുടെ എല്ലാ പരിപാടികളുടെയും പിൻപിൽ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കരമുണ്ട്, അവൻ പ്രവർത്തിക്കുന്നു എന്നതാണ് നമ്മളുടെ ധൈര്യമായിരിക്കുന്നത്. അപ്പം കർത്താവാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സുവിശേഷ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ മിഷണറി വേലയുടെ പിൻബലം. മിഷണറി വേല സാധ്യമാക്കുന്നത് ദൈവമാണ് എന്നതാണ് ആദ്യമേ തന്നെ ലൂക്കോസ് നമ്മളോട് പറയുന്ന കാര്യം. അതാണ്. എന്നാൽ ഈ ദൈവവേലയ്ക്ക് ദൈവസഭ പിന്തുണ കൊടുക്കണം എന്നുള്ള കാര്യവും ലൂക്കോസ് പറഞ്ഞു. ദൈവമക്കൾ ദൈവവേലയ്ക്ക് കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കണം. ദൈവവേലയ്ക്ക് പോകുന്ന ആളുകളുടെ പിൻപിൽ അവർ നിൽക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതായിരിക്കുന്ന കാര്യം അതിനോട് ചേർത്ത് ലൂക്കോസ് നമ്മളോട് പറയുന്നുണ്ട്. മൂന്നാമത് അദ്ദേഹം പറയുന്ന കാര്യം, മൂന്നാമത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, മിഷണറി വേല എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ ഒരു ജൈത്രയാത്രയാണ്, അല്ലെങ്കിൽ ഒരു സുവിശേഷത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് എക്കാർട്ട് ഷ്നാബൽ എന്ന് പറയുന്ന ആൾ പറയുന്ന പോലെ, ജിയോഗ്രാഫിക്കൽ മൂവ്മെൻറ്റ് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് മിഷണറി വർക്ക്. മിഷണറി പ്രവർത്തനത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് പുരോഗതിയാണ്. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സുവിശേഷം കടന്നു ചെല്ലുന്ന, സുവിശേഷവുമായിട്ട് കടന്നു പോകുന്ന, സുവിശേഷത്തിൻ്റെ ജൈത്രയാത്രയിൽ നമ്മൾ പങ്കുചേരുന്ന ആ ഒരു മുന്നേറ്റമാണ് മിഷണറി പ്രവർത്തനത്തിന് ശ്രദ്ധേയമായൊരു വശമെന്ന് പറയുന്നതാണ്. നമ്മൾ സുവിശേഷവുമായിട്ട് മുന്നോട്ട് എന്ന് പറയുന്ന ആ ഒരു ക്രമീകരണം മിഷണറി പ്രവർത്തനത്തെ സംബന്ധിച്ച് ശ്രദ്ധേയമായിരിക്കുന്ന മൂന്നാമത്തെ കാര്യമാണ്. നാലാമത്തെ കാര്യമായിട്ട് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ മുൻപിലുള്ള വേദഭാഗത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, മിഷണറി പ്രവർത്തനത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം മിഷണറിമാർ പറയുന്ന സന്ദേശമാണ് എന്നതാണ് നാലാമത് പറയാൻ പറ്റുന്ന കാര്യം. മിഷണറി പ്രവർത്തനത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം മിഷണറിമാരുടെ സന്ദേശമാണ്. നിങ്ങൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും സുവിശേഷം പറയുന്നില്ലെങ്കിൽ അത് മിഷണറി വേലയല്ല കേട്ടോ. സുവിശേഷം പറയാത്ത മിഷണറിമാർ അവർ മിഷണറിമാരല്ല.
നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നല്ല കാര്യം തന്നെ. ഒരാൾ ഒരു മിഷണറി പ്രവർത്തകനാണെന്ന് അഭിമാനിക്കുന്ന ആൾ പറഞ്ഞു, ഞാൻ സുവിശേഷമൊന്നും പറയത്തില്ല, ആളുകൾക്ക് ഒരുപാട് നന്മ ചെയ്യും, ആളുകൾക്ക് കർത്താവ് എത്ര നല്ലവനാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും, പക്ഷേ സുവിശേഷം പറയത്തില്ല എന്ന് പറഞ്ഞു. അയ്യോ, അത് സുവിശേഷ വേലയല്ലല്ലോ. മിഷണറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം മിഷണറിയുടെ സന്ദേശമാണ്. നാം എന്ത് പറയുന്നു എന്നുള്ളതാണ് മിഷണറി വേലയിലെ ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം. സുവിശേഷം പറയണം. അതാണ് നമുക്ക് നാലാമത് മിഷണറി വേലയെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുന്നത്. മിഷണറി വേലയുടെ ഏറ്റവും പ്രാധാന്യമേറിയ ഘടകം മിഷണറിയുടെ സന്ദേശമാണ് എന്നതാണ് നാലാമത് നമുക്ക് കാണാൻ കഴിയുന്നത്. അഞ്ചാമത്തെ കാര്യമാണ് ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. മിഷണറി വേല എന്ന് പറയുന്നത് പ്രതിബന്ധങ്ങളെയും പ്രതികൂലങ്ങളെയും നേരിട്ട് മാത്രമേ മിഷണറി വേല ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അഞ്ചാമത് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. മിഷണറി വേലയ്ക്ക് അതികാഠിന്യമേറിയ പ്രാതികൂല്യമുണ്ട് എന്നതാണ് നമ്മൾ ലൂക്കോസ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ മിഷണറി പ്രവർത്തനത്തിൻ്റെ വിശദീകരണത്തിൽ ലൂക്കോസ് ഈ സംഭവം ഉൾപ്പെടുത്താനുള്ള പ്രധാന കാരണം മിഷണറി വേലയ്ക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിബന്ധത്തിൻ്റെ ഒരു ചിത്രം നമ്മളുടെ മുൻപിൽ വരച്ച് കാണിക്കുക എന്നതാണ്. അപ്പോൾ ഈ കുപ്രോസ് ദ്വീപിൽ എത്ര മാസം അവർ പ്രവർത്തിച്ചു എന്നറിയത്തില്ല. എന്നാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവമായിട്ട് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ എലീമാസ് എന്ന് പറയുന്ന മനുഷ്യനുമായുള്ള ഈ സംവാദമാണ്. അപ്പം അത് മിഷണറി പ്രവർത്തനത്തിൻ്റെ തടസ്സം, അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനം നേരിടുന്ന ഏറ്റവും വലിയ പ്രാതികൂല്യം, അതിൻ്റെ ഒരു ചിത്രം ഈ മനുഷ്യനിലൂടെ വരച്ച് കാണിക്കുവാൻ ലൂക്കോസ് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതാണ് ലൂക്കോസിൻ്റെ ലക്ഷ്യം എന്ന് പറയാം. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ചാര സംഘടന എന്ന് പറയുന്നത് ഏതാണ്? മൊസാദ് എന്ന് പറയുന്ന ചാര സംഘടനയാണ്. അവരുടെ പ്രത്യേകത എന്താ? അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ യുദ്ധതന്ത്രത്തെക്കാൾ, അതുപോലെ തന്നെ ശത്രുക്കളുടെ യുദ്ധതന്ത്രം എന്താണെന്ന് ഇവർ കണ്ടുപിടിക്കും. അതാണ് ഈ മൊസാദിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അവിടെ ഇറാനിലെ ഭരണാധിപന്മാരെന്താ ചെയ്യാൻ പോകുന്നത്, അവർ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് എവിടെയാണ്, അവരുടെ സയൻറ്റിസ്റ്റുകൾ എവിടെയാണ് താമസിക്കുന്നത്, അവരെന്നാ പരിപാടിയാണ് ചെയ്യുന്നത് ഒക്കെ ഇവർക്കറിയാം. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. സുവിശേഷ വേലയിലും അത് പ്രാധാന്യമേറിയ കാര്യമാണ്. അപ്പം നമ്മൾ ദൈവവചനവും ദൈവത്തിൻ്റെ പരിപാടികളും സുവിശേഷവും ഒക്കെ നമുക്ക് ബോധ്യമുള്ളപ്പോൾ തന്നെ അതിനോട് ചേർത്ത് നമ്മുടെ ശത്രുക്കൾ എന്താ ചെയ്യുന്നത്, അവരുടെ പരിപാടി എന്താണ്, അവരുടെ തന്ത്രം എന്താണ് എന്ന് തിരിച്ചറിയുന്നതും വളരെ ആവശ്യമായ കാര്യമാണ്. അപ്പം ശത്രുവിൻ്റെ തന്ത്രം, സുവിശേഷത്തിന് നേരെ നിൽക്കുന്ന സുവിശേഷ വിരോധികളുടെ തന്ത്രം, അവരുടെ രീതി എന്താണ് എന്നത് ഈ വേദഭാഗത്ത് നിന്ന് അതിൻ്റെ ഒരു ചിത്രം നമുക്ക് ലഭിക്കും. ഞാനതിനെക്കുറിച്ച് ശ്രദ്ധിച്ചപ്പോൾ എനിക്കത് വളരെ രസകരമായിട്ട് തോന്നി. രസകരമെന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലേ, അത് വളരെ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നി. അപ്പോഴേ പൗലോസ് യഥാർത്ഥത്തിൽ പൗലോസ് എന്ന നിലയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ പ്രത്യേക സംഘർഷത്തിലാണ്. അതുവരെ ശൗലെന്നാണ് ഇദ്ദേഹത്തെ വിളിച്ചു വന്നത്. എന്നാൽ 9-ാം വാക്യത്തിൽ പറഞ്ഞു, അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗൽ എന്ന നിലയിൽ, അല്ലെ ശൗല് ആ പേര് ഉപയോഗിക്കാതെ പിന്നീട് തൻ്റെ പേര് പൗലോസ് എന്നുള്ള നിലയിലാണ് ഉപയോഗിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ടേണിംഗ് പോയിൻ്റാണ് ഈ സംഭവം എന്ന് നമുക്ക് കാണാം. ശരി, എന്താണ് നമ്മൾ ശത്രുക്കൾ, അല്ലെങ്കിൽ സുവിശേഷത്തിനും സുവിശേഷ വേലയ്ക്കും മിഷണറി പ്രവർത്തനത്തിനെതിരെ നിൽക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. അത് ഈ മനുഷ്യനെ ശ്രദ്ധിച്ചാൽ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, അപ്പം അദ്ദേഹത്തെക്കുറിച്ചുള്ള പൊതുവായ നമ്മുടെ സുവിശേഷത്തിന് വിരുദ്ധമായി നിൽക്കുന്ന മനുഷ്യരുടെ പൊതുവായിരിക്കുന്ന സ്വഭാവം എന്താണ് എന്നതാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അവരുടെ രീതി എന്താണ് എന്നതാണ് ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അതാണ് ലൂക്കോസ് പറയുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 6-ാമത്തെ വാക്യമാണ്, അവർ ദ്വീപിൽ കൂടി പാംഫോസ് വരെ ചെന്നപ്പോൾ
ബർയേശു എന്നു പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. അവര് ഈ സുവിശേഷത്തിന് വിരുദ്ധമായി നിൽക്കുന്ന, മിഷണറി പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്ന ഈ മനുഷ്യനെക്കുറിച്ച് 4 കാര്യങ്ങൾ ഈ വാക്യത്തിൽ ലൂക്കോസ് നമ്മളോട് പറയുന്നുണ്ട്. 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ശ്രദ്ധേയമായ കാര്യങ്ങൾ തന്നെയാണ്. ബർയേശു എന്ന് പേരുള്ള, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ബർയേശു എന്നാണ് എന്ന് നമുക്കറിയാം. 2, ഇവന് യഹൂദനാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. 2-ാമത്തെ കാര്യം. 3-ാമത്തെ കാര്യം, ഇവൻ കള്ളപ്രവാചകനാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. 5 കാര്യമുണ്ട് കേട്ടോ. ഞാൻ ഒരു കാര്യം, അവൻ്റെ പേര് ഞാൻ ഉൾപ്പെടുത്തിയില്ല, അതുകൊണ്ട് ആ 4 കാര്യമെന്ന് പറഞ്ഞാൽ 5 കാര്യമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ഏത് ഗ്രൂപ്പിൽപ്പെട്ടയാളാണ്, യഹൂദനാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം കള്ളപ്രവാചകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവൻ വിദ്വാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വാക്കുകൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് മലയാള പരിഭാഷയിലും ഇല്ല, ഇംഗ്ലീഷ് പരിഭാഷയിലും അതങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എ മാൻ, ഹീസ് ഒരു മനുഷ്യനെ കണ്ടെത്തി എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ നിന്ന് പൊതുവായ മിഷണറി വേലയ്ക്കെതിരെ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് പൊതുവായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഇവൻ മനുഷ്യനാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോടങ്ങ് പറയാം. അപ്പം ഞാൻ പറയുന്നത്, സുവിശേഷത്തിനും സുവിശേഷ പ്രവർത്തനങ്ങൾക്കും എതിരെ നിൽക്കുന്ന ആളുകൾ ഇതൊരു മാനുഷിക ക്രമീകരണമാണ്. ഇത് ദൈവികമായിരിക്കുന്ന ഒരു പരിപാടിയല്ല, ഇത് മാനുഷികമായ ഒരു പരിപാടിയാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, നമ്മൾ ധൈര്യം എന്ന് പറയുന്നത് അതാ കേട്ടോ. നമുക്കെതിരെ നിൽക്കുന്നതായിരിക്കുന്ന ഈ ആളുകൾക്ക് നമ്മളെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. കാരണം ഇത് മനുഷ്യർ കണ്ടെത്തിയ ഒരു പരിപാടിയാണ്, മനുഷ്യർ നിയന്ത്രിക്കുന്ന, അതിൽ പൈശാചികമായ നിയന്ത്രണം ഉണ്ടെന്നുള്ള കാര്യം തുടർന്ന് ഉള്ള വാക്കുകൾ പരിശോധിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ദിസ് ഈസ് ഫ്രം മാൻ, ദിസ് ഈസ് നോട്ട് ഫ്രം ഗോഡ്. ഇത് മനുഷ്യൻ്റെ പരിപാടി. സുവിശേഷത്തിനെതിരെ നിൽക്കുന്ന ആളുകൾ, അത് ദൈവികമായിരിക്കുന്ന ഒരു പരിപാടിയിൽ അവർക്ക് നിൽക്കാൻ പറ്റുകയില്ല. ദൈവത്തിനെതിരെ മാനുഷികമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് ദൈവിക വേലയ്ക്ക് എതിരെയുള്ള പരിപാടി എന്ന് പറയുന്നത്. അത് മാനുഷികമാണ്, മനുഷ്യൻ കണ്ടെത്തിയ പരിപാടിയാണ്. ലോകത്തുള്ളതായിരിക്കുന്ന മതങ്ങളെല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ. അതിന് പിശാചിൻ്റെ സഹായം ഉണ്ടായി എന്നുള്ള കാര്യം ശരിയാ. പക്ഷേ ഇതൊക്കെ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകാനായിട്ട്, ദൈവത്തെ കണ്ടുപിടിക്കാനായിട്ട് അവൻ നടത്തുന്ന പരിശ്രമമാണ്. സുവിശേഷത്തിനെതിരെയുള്ള എല്ലാ പരിപാടിയും അതാണ്, അല്ലാതെ ദൈവികമായിരിക്കുന്ന ഒരു പരിപാടിയല്ല. അപ്പം ഞാൻ സാധാരണ ആൾക്കാരോട് ചോദിക്കും, നിങ്ങൾ സ്വർഗത്തിലേക്ക് കയറാനായിട്ടുള്ള കോവേണി ഉണ്ടാക്കുക, ശരി, അതിന് താഴെ നമുക്ക് വയ്ക്കാം അല്ലേ? അതിൻ്റെ ആ കോവേണിയുടെ താഴത്തെ സ്ഥലം എവിടെ വയ്ക്കാം? ഭൂമി വയ്ക്കാം. ഈ അറ്റം എവിടെയാണ് വയ്ക്കുന്നത്? മറ്റേ അറ്റം എവിടെയാണ് വയ്ക്കുന്നത്? സ്വർഗത്തിലോട്ട് പോകാനല്ലേ ഈ പരിപാടി. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ എത്ര ഉയർത്തി കിട്ടിയാലും അത് സ്വർഗം വരെ എത്തുന്നൊരു ക്രമീകരണമാകുവാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. മനുഷ്യൻ്റെ എല്ലാ പരിശ്രമങ്ങളും ദൈവത്തെ കണ്ടെത്താനുള്ള അവൻ്റെ അന്വേഷണം ഒരിക്കലും വിജയിക്കില്ല. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തിയത് ഇല്ല എങ്കിൽ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈ പരിപാടികളെക്കുറിച്ചൊക്കെ പറയാൻ പറ്റുന്നത്, ഇത് ദൈവത്തിനെതിരെയുള്ള മനുഷ്യൻ്റെ ആക്രമണമാണ്, മനുഷ്യൻ്റെ സംവിധാനമാണ്. ഇത് ഇപ്പോഴെങ്ങും തുടങ്ങിയതല്ല കേട്ടോ. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കാണാം, ബാബേൽ എന്ന് പറയുന്നൊരു ഗോപുരം അല്ലേ, സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം ഉണ്ടാക്കി. എന്നിട്ട് ദൈവത്തോട് മത്സരിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. ആ മത്സരം പാപികളായ മനുഷ്യർ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിനെതിരെ നിൽക്കുവാൻ, ദൈവത്തോട് മത്സരിക്കുവാൻ, ദൈവത്തെ കൂടാതെ ദൈവത്തിൻ്റെ പരിപാടികളിൽ അല്ലെങ്കിൽ ദൈവത്തെ എതിർക്കുവാനായിട്ട് കഴിയും എന്നുള്ള ചിന്തയോടുകൂടെയാണ് മനുഷ്യർ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് എ ഹ്യൂമൻ, ഇത് മാനുഷികമായിരിക്കുന്ന ഒരു പരിപാടിയാണ്. രണ്ടാമത് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റുന്ന കാര്യം, ഇവൻ വിദ്വാനാണ് എന്ന. വിദ്വാൻ എന്നുള്ള വാക്ക് മലയാള പരിഭാഷ ശരിയല്ല. വിദ്വാൻ എന്ന് പരിഭാഷപ്പെടുത്താൻ പറ്റുമായിരിക്കും. കാര്യം മാജായി എന്നാണ് അതിൻ്റെ ഒറിജിനൽ പേര് അല്ലേ, മാജായി. മാജായി എന്ന് പറയുന്നത് 2-ാമത്തെ അധ്യായത്തിൽ, മത്തായി സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വിദ്വാൻമാരെ കാണാൻ പറ്റും. അവരെ മാജായി എന്നാണ് വിളിച്ചേക്കുന്നത്. എന്നാൽ മാജായി എന്നുള്ള വാക്ക് പൊതുവെ നല്ലൊരു വാക്കല്ല. 2-ാമത്തെ അധ്യായത്തിൽ ഒഴികെ മറ്റൊരിടത്തും ഒരു ഗുണമുള്ള ആൾക്കാരല്ലോ കേട്ടോ.
ഇവർ ക്ഷുദ്രപ്രയോഗക്കാരും കള്ളന്മാരും മനുഷ്യരെ വഞ്ചിക്കാനായിട്ട് പരിപാടി ഇട്ടിരിക്കുന്നവരുമായിരിക്കുന്ന ആളുകളാണ്. അവിടെ ഇവൻ വിദ്വാനാണ്, അല്ലെങ്കിൽ ഇവന് അദൃശ്യ ശക്തികളെ, സൂപ്പർ നാച്ചുറലായിട്ടുള്ള ശക്തികൾ ഉപയോഗിച്ച് അവന് പ്രത്യേക കഴിവുകളുണ്ട്, ദൈവത്തോടുള്ള ബന്ധമുണ്ട്, ദൈവം പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ കളിപ്പിക്കുന്ന ആളുകളാണ് ഇവന്മാർ. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് രണ്ടാമത് അതാ പറയാൻ ആഗ്രഹിക്കുന്നത്. പൈശാചികമായിരിക്കുന്ന നിയന്ത്രണം, പൈശാചികമായ ക്രമീകരണം ഈ പറയുന്ന മാനുഷിക ക്രമീകരണത്തോട് ചേർന്നുണ്ട്. അല്ലെങ്കിൽ ഈ മാനുഷിക ക്രമീകരണം പൈശാചികമായ ശക്തികളോട് ചേർന്നാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. മനുഷ്യൻ്റെ ദൈവത്തെ നിഷേധിക്കുന്ന, സുവിശേഷത്തെ നിഷേധിക്കുന്ന ആളുകൾ ഒക്കെ അവരാരും പറയുകയില്ല ഞങ്ങൾ ദൈവവുമായിട്ട് ബന്ധമൊന്നുമില്ലാത്ത ആൾക്കാരാ, ഞങ്ങളിപ്പോൾ പറയാൻ പോകുന്ന ആരെക്കുറിച്ചാണ്? പിശാചിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും പറയുമോ? ഇല്ലതേ. ഇവരുടെ അവകാശവാദമല്ലേ ഇതാണ് സത്യമതം, ഇവർ പറയുന്നതാണ് സത്യം എന്ന് അവകാശപ്പെടുന്നതായിരിക്കുന്ന ആളുകളാണ്. അത് പൈശാചികമായിരിക്കുന്ന ഒരു വലിയ ക്രമീകരണമാണ്. അല്ലെങ്കിൽ ഈ മാനസിക ക്രമീകരണത്തെ നിയന്ത്രിക്കുന്നത് പിശാചാണ്. കഴിഞ്ഞ ദിവസം നമ്മളുടെ അനിൽ കുമാർ അയ്യപ്പൻ സഹോദരൻ പറഞ്ഞ പ്രസ്താവന എനിക്ക് വളരെ ഇഷ്ടമായി. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം മതമെന്ന് പറയുന്നത് സുവിശേഷത്തെ പരാജയപ്പെടുത്തുവാൻ പിശാച് ക്രമീകരിച്ച ഒരു പരിപാടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നദ്ദേഹം പറഞ്ഞു. ശരിയത്, പിശാച് സുവിശേഷത്തെ പരാജയപ്പെടുത്താനായിട്ട് കണ്ടുപിടിച്ച ഒരു പരിപാടിയാണ്. ഇതൊരു പൈശാചികമായ ക്രമീകരണമാണ്. മറ്റ് മതങ്ങളെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ രൂപം നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോൾ നാണം തോന്നുന്നുണ്ട്. എന്താ പറഞ്ഞതെന്നറിയാമോ? ഹിന്ദു മതം എന്ന് പറയുന്നത് വളരെ സംയമനമുള്ളതായിരിക്കുന്ന ഒരു മതമാണ്, വളരെ ടോളറൻസ് ഉള്ളതായിരിക്കുന്ന മതമാണോ? എൻ്റെ പൊന്നെ, അയ്യോ, അങ്ങനെ ഒരു ധാരണയാണ് ലോകത്തുള്ള മനുഷ്യർക്ക് അവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ധാരണയതാ. എനിക്ക് പോലും കിട്ടി ആ ധാരണ. എൻ്റെ പൊന്നെ, ഇവരോടൊന്ന് അടുത്ത് നോക്കണം. അവരുടെ വലിയ സഹോദര, ഇവരുടെ സംയമനം കാണണമെങ്കിൽ അവരോടൊന്ന് അടുത്ത് നോക്കണം. വെറുതെ പറയുന്നതാണ്. ഉപദ്രവിക്കാനും കൊല്ലാനും ഒക്കെ അവസരമുണ്ടെങ്കിൽ അന്ന് ഒരിക്കലും മടിക്കാത്ത ആളുകളാണ് ഇവർ. അതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. അപ്പം അതുകൊണ്ട് പച്ചയായിട്ട് തന്നെ താഴെ വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇച്ചിരി കൂടെ വിശദമായിട്ട് നിങ്ങളോട് പറയാം. അപ്പോൾ ഇവർ വിദ്വാനെന്ന് പറഞ്ഞ അവർ അവകാശവാദങ്ങളൊക്കെ, ദൈവത്തോട് ബന്ധമുണ്ട്, ദൈവത്തിൻ്റെ ആൾക്കാരാണ്, ഇവർ പറയുന്നത് സത്യമാണ് എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ അവർക്കുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഇത് പൈശാചികമായ ക്രമീകരണമാണ്. ഇത് ദൈവത്തിനെതിരെ നിൽക്കുന്ന, പിശാചിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ക്രമീകരണമാണ് എന്നതാണ് ഞാൻ അതിനെക്കുറിച്ച് രണ്ടാമത്തെ വാക്കിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ വാക്കെന്ന് പറയുന്നത് കള്ളപ്രവാചകൻ. അവിടെ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. സുവിശേഷത്തിന് വിരുദ്ധമായി നിൽക്കുന്നയാൾ, അദ്ദേഹം സഭയ്ക്കുള്ളിലാണെങ്കിലും കൊള്ളാം, സഭയ്ക്ക് വെളിയിലാണെങ്കിലും കൊള്ളാം, അവൻ കള്ളപ്രവാചകനാണ്. ദൈവത്തിൻ്റെ പേര് പറയുന്നയാളാണെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേങ്കിൽ ഇവൻ പറയുന്നത് മുഴുവനും കള്ളമാണ്. ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നത് കൊണ്ടാണ് ഇവൻ പ്രവാചകൻ എന്നുള്ളതായിരിക്കുന്ന ആ ഒരു പേര് കിട്ടിയത്, അതുകൊണ്ടാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. എന്നാൽ ഇവൻ ദൈവവുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന കാര്യം വെറും കള്ളമാണ്, കള്ളപ്രവാചകനാണ്. ഇസ്ലാമിൻ്റെ പ്രവാചകനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇസ്ലാമിലെ ആളുകൾ പറയും. ശരിയാണ്, പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ പോയതിന് ശേഷം കള്ളപ്രവാചകന്മാർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെ ഏറ്റവും വലിയ കള്ളപ്രവാചകനാണ് മുഹമ്മദ് എന്ന് പറയുന്നതായ ഇസ്ലാമിൻ്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ കള്ളപ്രവാചകനാണ്. അവിടെ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന അവകാശവാദങ്ങൾ പുറപ്പെടുവിക്കുന്നു എങ്കിലും അവർ പറയുന്നതെല്ലാം കള്ളത്തരമാണ്. അവർ കള്ളപ്രവാചകന്മാരാണ്, സുവിശേഷത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ആളുകൾ. സഭയ്ക്കുള്ളിലുമുണ്ട് കേട്ടോ കള്ളപ്രവാചകന്മാർ. ഞാനതിനെക്കുറിച്ച് അടുത്ത വാക്ക് പറയുമ്പോൾ ഞാൻ പറയാം. സഭയ്ക്കുള്ളിലുമുണ്ട്, സഭയ്ക്ക് വെളിയിലും. സുവിശേഷത്തിനെതിരായിട്ട് ദ ടെസ്റ്റ് ഓഫ് ഇൻറ്റഗ്രിറ്റി ഈസ് ദ ഗോസ്പൽ. സത്യസന്ധതയുടെ അതിൻ്റെ തെളിവ് എന്ന് പറയുന്നത് സുവിശേഷമാണ്. സുവിശേഷം സ്വീകരിക്കാത്ത എല്ലാ മനുഷ്യരും കള്ളപ്രവാചകന്മാരാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം കേട്ടോ. നല്ല കാര്യമൊക്കെയാണ് പറയുന്നത്, വലിയ ഉപദ്രവമില്ലല്ലോ എന്ന്. പക്ഷെ സുവിശേഷത്തിൻ്റെ എതിരാന്ന് മാത്രമേ ഒരു കുഴപ്പമുള്ളത്.
അയ്യോ, അത് ഭയങ്കരമായിരിക്കുന്ന പരിപാടിയാണല്ലോ. സുവിശേഷത്തിനെതിരായിട്ട് നിൽക്കുന്നതെല്ലാം കള്ളപ്രവാചകന്മാരാണ്. അപ്പം സുവിശേഷത്തിന് വിരുദ്ധം അവർ പറയുന്നത് കള്ളമാണ്. അവർ ദൈവത്തെ പുനരുദ്ധാനം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട് എങ്കിലും അവർക്ക് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് അവരെക്കുറിച്ച് പറയാൻ കഴിയുന്ന കാര്യം. നാലാമതല്ലേ യഹൂദനായി എന്ന്, അല്ലേ, യഹൂദനായി എന്ന് പറയുന്ന കാര്യം. അവിടെയാണ് ഞാൻ ഈ ആന്തരികവും ബാഹ്യവുമായ കള്ളപ്രവാചകന്മാരുണ്ട് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ ഈ ക്ഷുദ്രപ്രയോഗവും പിശാചുമായുള്ള ബന്ധവും ഒരിക്കലും പാടില്ലാത്ത ആളുകളാണ്. അവർക്ക് യേശുക്രിസ്തുവിൽ വിശ്വാസം ഇല്ലെങ്കിൽ പോലും പിശാചിൻ്റെ പരിപാടിയിൽ അവർക്ക് അങ്ങനെ ഒരു പരിപാടി അവർക്ക് സാധിക്കുകയില്ല. എന്നാൽ ഇദ്ദേഹം യഹൂദനായിരിക്കുമ്പോൾ തന്നെ ക്ഷുദ്രപ്രയോഗക്കാരനായ പിശാചുമായിട്ട് ബന്ധപ്പെട്ട് ആ ശക്തികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാനതുകൊണ്ട് നിങ്ങളോട് പറയാം, ഈ കള്ളപ്രവാചകന്മാരെന്ന് പറയുന്ന ആളുകൾ വെളിയിൽ മാത്രമല്ല ഉള്ളിലും ഉണ്ട്. വെളിയിൽ മാത്രമല്ല അവർ ഉള്ളിലുമുണ്ട്. ഞാൻ ചോദിക്കുന്നു, സത്യസുവിശേഷം പറയുന്ന ആളുകൾ നമ്മളുടെ ക്രിസ്തീയ സമുദായത്തിൽ തന്നെ എത്ര ആളുകളുണ്ട്? പല ആളുകളും യേശുക്രിസ്തുവിനെ പുനരുദ്ധാനം ചെയ്യുന്നവരാണ് എന്ന് അവകാശപ്പെടുന്നു എങ്കിലും സുവിശേഷത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ആളുകളാണ്, സുവിശേഷത്തെ നിഷേധിക്കുന്ന ആളുകളാണ്. അവർ കള്ളപ്രവാചകന്മാരാണ്. ഒരുപാട് ശക്തിയും കഴിവുകളും പ്രത്യേകമായ പരിപാടികളൊക്കെ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകളാണ്. എന്നാൽ അവർ സുവിശേഷത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ആളുകളാണ്. ഞാൻ പറയാം, പ്രോസ്പെരിറ്റി ഗോസ്പൽ, സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറയുന്ന ക്രമീകരണം കള്ളപ്രവാചകന്മാരായിരിക്കുന്ന ആളുകളുടെ ഒരു സംവിധാനമാണ്. പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയുന്ന സംവിധാനം കള്ളപ്രവാചകന്മാരുടെ സംവിധാനമാണ്. കാരണം അവരുടെ ഒരു വലിയ കൂടിയ ആളാണല്ലോ ഹ്യൂസ്റ്റണിൽ ഉള്ള ആൾ. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ജോയൽ ഓസ്റ്റിൻ, അല്ലേ? ജോയൽ ഓസ്റ്റിൻ എന്ന് പറയുന്ന ആൾ. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിരിക്കുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരെന്താണെന്ന് അറിയുമോ? യുവർ ബെസ്റ്റ് ലൈഫ് നൗ. നിങ്ങളുടെ ഏറ്റവും നല്ല ജീവിതം ഇപ്പോഴാണ് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ ഏറ്റവും നല്ല ജീവിതം ഇപ്പോഴാണ് കിട്ടുന്നത്. അതിനെക്കുറിച്ച് ജോൺ മക്കാർദർ പറഞ്ഞു, നിങ്ങളുടെ ഏറ്റവും നല്ല ജീവിതം ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എങ്ങോട്ടായിരിക്കും പോകുന്നത്? നരകത്തിലായിരിക്കും പോകുന്നല്ലേ? അതുകൊണ്ടല്ലേ ഇത് ഏറ്റവും നല്ല ജീവിതമായിരിക്കുന്നതിന് കാരണം അതല്ലേ? സ്വർഗത്തിൽ പോകുന്ന ഒരാളിന് പറയാൻ പറ്റുമോ ഇന്നത്തെ എൻ്റെ ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം? അങ്ങനെ പറയാനൊക്കത്തില്ല. ഇപ്പോഴത്തെ ജീവിതമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ജീവിതമെങ്കിൽ നിങ്ങളുടെ അവസാനം നരകത്തിലാണ്. അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്. അപ്പം ഞാൻ പറയാം, അകത്തൊരുപാട് കള്ളപ്രവാചകന്മാരുണ്ട് കേട്ടോ. സുവിശേഷം പറയുന്ന ആളുകൾ ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ വിരളമാണ്. ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ സുവിശേഷം വ്യക്തമായി പറയുന്ന ആളുകൾ വിരളമാണ്. അതുകൊണ്ട് ഈ കള്ളപ്രവാചകന്മാരെന്ന് പറയുന്ന ആളുകൾ വെളിയിലുമുണ്ട് അകത്തുമുണ്ട് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ പൊതുവായിരിക്കുന്ന ഒരു പ്രത്യേകത. ഇതൊരു മാനുഷിക ക്രമീകരണമാണ്, പിശാചിനാൽ നിയന്ത്രിക്കപ്പെട്ടതായിരിക്കുന്ന ക്രമീകരണമാണ്. ഇവർ പറയുന്നതൊക്കെ കള്ളമാണ്. ഇവർ കള്ളപ്രവാചകന്മാരാണ്. ഈ കള്ളപ്രവാചകന്മാർ സഭയ്ക്ക് വെളിയിൽ മാത്രമല്ല, സഭയ്ക്കുള്ളിലും ഈ കള്ളപ്രവാചകന്മാരെ കടന്ന് കയറിയിട്ടുണ്ട് എന്നതാണ് ഇവരെക്കുറിച്ച് പൊതുവായി പറയാൻ സാധിക്കുന്നത്. ഇവരെക്കുറിച്ച് പറയാൻ കഴിയുന്ന പൊതുവായി പറയാൻ രണ്ടാമത്തെ കാര്യമായി പറയാൻ കഴിയുന്നത്, അല്ലെ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ കാര്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവൻ ബുദ്ധിമാനായ സെർഗിയോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെ ആയിരുന്നു. അപ്പം ഞാൻ പറയാം, ഈ കള്ളപ്രവാചകന്മാർക്ക് സുവിശേഷത്തിൻ്റെ ശത്രുക്കൾക്ക് പൊതുവെ പറയാൻ കഴിയുന്ന ഒരു കാര്യം അവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് പൊതുവെ പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് രാഷ്ട്രീയ അധികാരവും ഭരണവും ഒക്കെ പലപ്പോഴും യുവന്മാരുടെ കയ്യിലാണ്. അതാണ് നമ്മൾക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഉത്തർപ്രദേശിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കറിയാം യോഗി, അല്ലേ, അതിയാൻ്റെ കയ്യിലല്ല ഭരണമെങ്കിൽ ഒരുപാട് വ്യത്യാസമായിരുന്നു. നമ്മുടെ ശത്രുക്കളാണ് നമ്മളെക്കാളും കരുത്തന്മാർ. ആ നിലയിൽ മാനുഷികമായി പറയുമ്പോൾ ആ നിലയിലുള്ള ക്രമീകരണങ്ങളും രാഷ്ട്രീയ സ്വാധീനവും പോലീസും പട്ടാളവും ഒക്കെ അവരുടെ കയ്യിലാണ് എന്നത് ഈ ശത്രുത അല്ലെങ്കിൽ സുവിശേഷത്തിനെതിരെയുള്ള ഈ
പോരാട്ടത്തിൽ നമുക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇവർക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളാണ്. സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന ഗവർണറുടെ കൂടെയാണ് ഈ ആൾ അദ്ദേഹത്തിൻ്റെ ദേശാധിപതിയോട് കൂടെയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കൗൺസിലറായിട്ട് പ്രവർത്തിക്കുന്നയാളാണ് ഈ എലീമാസ്, അല്ലെങ്കിൽ ഈ ബെറിയേശു എന്ന് പറയുന്നതായിരിക്കുന്നയാൾ. അപ്പോൾ എന്നാലും ഈ സെർഗിയോസ് പൗലോസിനെ കുറിച്ചൊരു കാര്യം പറയണം കേട്ടോ. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന വാക്കെന്താ? ബുദ്ധിമാനായ സെർഗിയോസ് പൗലോസ്. അയ്യോ, അതൊരു നല്ല കാര്യമാണല്ലോ. മനുഷ്യർ ബുദ്ധിമാന്മാരായിരിക്കുക എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ് കേട്ടോ. മനുഷ്യർ പൊതുവെ അന്ധന്മാരും പൊട്ടന്മാരുമാണ്, അവർ ബുദ്ധിമാന്മാരല്ല എന്നതാണ് അവരുടെ പ്രത്യേകത. എന്നാൽ ഈ മനുഷ്യൻ ബുദ്ധിമാനായിരുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്ത് പറഞ്ഞാലും ഉടനെ തന്നെ വാ വിളിച്ചങ്ങ് വിശ്വസിക്കുന്നയാളല്ല. ഏത് പറഞ്ഞാലും, അല്ലെ നമ്മൾ നാട്ടിൽ പറയുമല്ലോ, പോത്ത് പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? കയറും എടുത്തോണ്ട് ഇറങ്ങും കുട്ടിയെ കെട്ടാൻ. എന്തോ പരിപാടിയാ എൻ്റെ മോനെ. യാതൊരു ബുദ്ധിയുമുള്ള മനുഷ്യരല്ല, അവരെ ചിന്തിക്കാനായിട്ട് മനസ്സുള്ള ആളുകളല്ല. അവർക്ക് ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ പൂർത്തീകരണത്തിനായിട്ട് ഏതസത്യവും പറയാനും അത് വിശ്വസിക്കാനും ഒക്കെ മനസ്സുള്ള ആളുകളാണ് ലോകത്തിലുള്ള ഈ ഭരണാധിപന്മാരിൽ മുഖ്യവാറും ഉള്ള ആളുകളെല്ലാവരും അങ്ങനെയുള്ള ആളുകളാണ്. എന്നാൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്, അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന ആൾ അങ്ങനെയുള്ള ഒരാളായിരുന്നു. അദ്ദേഹം എല്ലാം അങ്ങ് വിഴുങ്ങുന്നയാളല്ല. അപ്പോൾ ഇത് ഞാൻ ഈ ബെറിയേശു എന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ വിദ്വാനാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിൽപ്പ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നയാളാണ് എന്നുള്ള ഒരു ധാരണ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല പ്രത്യേക ശക്തിയൊക്കെ ഉള്ള ആളാണ് എന്നുള്ളൊരു ധാരണയും ഈ സെർഗിയോസ് പൗലോസിന് ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പുള്ളി അങ്ങ് വിഴുങ്ങിയിട്ടില്ല. അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൗലോസും ബർന്നബാസും അവിടെ വന്നിരിക്കുന്നു. ഈ പറയുന്ന ആളുമായിട്ടുള്ള സംവാദത്തിൽ അവർ ഏർപ്പെട്ടു. അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങളാണ് പൗലോസും ബർന്നബാസും പറയുന്നത് എന്നുള്ള കാര്യം ഈ സെർഗിയോസ് പൗലോസ് കേട്ടു. അപ്പം അദ്ദേഹം പറഞ്ഞു, ശരി, മറുവശം കൂടെ ഒന്ന് മറുവശം കൂടെ ഒന്ന് കേട്ടെ. അങ്ങനെ കേൾക്കാൻ മനസ്സുള്ള എത്ര മനുഷ്യർ, എത്ര അധികാരികൾ ഈ ലോകത്തിലുണ്ട്. നമ്മൾ പറയുന്നത് എന്താണ് എന്ന് കേൾക്കുവാൻ, അതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് തിരിച്ചറിയുവാൻ, ഇത് മനുഷ്യർക്ക് പ്രയോജനമുള്ളൊരു പരിപാടിയാണോ എന്ന് ചിന്തിക്കുവാൻ മനസ്സുള്ള വളരെ വളരെ കുറച്ച് ആൾക്കാരെ ഈ ലോകത്തിലുള്ളൂ കേട്ടോ. മനുഷ്യർക്ക് ഗുണമാണെന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. അവിടെ സ്കൂൾ ഉണ്ടാക്കിയാൽ ഈ ദേശത്തിന് വല്ലതും നന്മയുണ്ടാകുമോ? അതൊന്നും പ്രശ്നമല്ലെന്നേ. അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് മനസ്സുള്ള ആളുകൾ വളരെ കുറവാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോഴേതല്ല ശരി, ഇദ്ദേഹം ഇത് കേൾക്കാനായിട്ട് തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു എന്ന് പറയുന്ന ആ വാക്കുണ്ടല്ലോ, അതൊരു ശക്തമായ വാക്കാണ്. They earnestly desired, സത്യസന്ധമായ രീതിയിൽ ഇതൊന്ന് കേൾക്കണമെന്നുള്ളൊരു നല്ല ആഗ്രഹം ആ മനുഷ്യനുണ്ടായി എന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സത്യമന്വേഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളെ സത്യത്തിലേക്ക് നടത്തുന്ന ദൈവം, അല്ലേ? സത്യം അറിയാനായിട്ട് മനസ്സ് വെച്ചാൽ സത്യം അറിയാനുള്ള അവസരങ്ങൾ ദൈവം തരും, അതൊരു സംശയമൊന്നുമില്ല. He really wanted to listen. യഥാർത്ഥമായി ദൈവത്തിനെ കേൾക്കാനായിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അവരെ വിളിച്ചു എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വാക്കും, അവരെ വരുത്തി എന്ന് പറയുന്ന വാക്കും അതും ശക്തമായിരിക്കുന്ന ഒരു വാക്കാണ്. പ്രോക്കലയോ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് വളരെ ശക്തമായിരിക്കുന്ന ഒരു വാക്കാണ്. നിങ്ങൾ വന്നേ ഒക്കുള്ളൂ നിർബന്ധിച്ചു എന്നാ. അപ്പം അങ്ങനെയുള്ളൊരു കാര്യമായി കഴിഞ്ഞപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ചിന്തിക്കുന്ന മനുഷ്യനാണ്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് കഴിവ് കൊടുത്തു എന്നുള്ളത് ശരിയാ. എന്നാൽ അതിനൊരു മനസ്സ് നമുക്ക് വേണ്ടേ? സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്നയാൾ ദൈവവചനം കേൾക്കാനായിട്ട് താല്പര്യമുള്ള, കാര്യങ്ങളെ വിലയിരുത്തുവാൻ, വസ്തുനിഷ്ഠമായി കാണുവാൻ താല്പര്യമുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നാണ് ലൂക്കോസ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അവിടെ അപ്പോൾ ഈ പറയുന്ന ആളുകൾ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളാണ് എന്നതാണ് ഞാൻ അവരെക്കുറിച്ച് രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ ദുഷ്ടന്മാരുടെ അല്ലെങ്കിൽ സുവിശേഷ വിരോധികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് സുവിശേഷത്തിനെതിരെ നിൽക്കുക എന്ന് പറയുന്ന കാര്യമാണ്. അപ്പം അതാണ് നമ്മൾ മൂന്നാമത് പറയാൻ കാര്യം. എന്നാൽ എലീമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം, അവരോട് എതിർത്തു നിന്നു.
ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാൻ ശ്രമിച്ചു. അവിടെ നമ്മൾ എതിരാളികളെക്കുറിച്ച് പറയാൻ കഴിയുന്ന വളരെ പ്രത്യേകമായിരിക്കുന്ന ഒരു കാര്യം, അവർ സുവിശേഷത്തിനെതിരാണ്, സുവിശേഷം വിശ്വസിക്കരുത് എന്നതാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നതാണ്. സുവിശേഷത്തിന് വിരുദ്ധമായി നിൽക്കുക. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ആളുകൾ സുവിശേഷം വിശ്വസിക്കാനായിട്ട് പാടില്ല. അതിനോട് എതിർത്തു നിന്നു, അതിന് നേരെ ഒരു നിലപാട് സ്വീകരിച്ചു. അതിനെതിരായിട്ട് നിൽക്കാൻ, ദൈവത്തിനെതിരെയും ദൈവവചനത്തിനെതിരെയും നിൽക്കുവാൻ അവർ തീരുമാനിച്ചു എന്നാണ് ഈ എലീമാസിനെ കുറിച്ച് പറയുന്നത്. എലീമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം. എലീമാസ് എന്നുള്ള വാക്ക് വിദ്വാൻ എന്നുള്ളതിൻ്റെ വേറെ ഒരു വാക്കാണ്. എലീമാസ് എന്ന് പറഞ്ഞാൽ വിദ്വാൻ എന്ന അർത്ഥം. അപ്പം എലീമാസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ശക്തിയുള്ള ആളാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അവകാശവാദം. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ പേരിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അതാണ് അവരോട് എതിർത്തു നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. അപ്പോൾ അതാണ് ഇവരുടെ പ്രത്യേകതയായിട്ട്, മൂന്നാമത്തെ പ്രത്യേകതയായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷ വിരോധികളുടെ ഏറ്റവും വലിയ ആഗ്രഹം സുവിശേഷം മനുഷ്യർ വിശ്വസിക്കരുത്, മനുഷ്യർ സുവിശേഷം വിശ്വസിക്കുന്നതിനെതിരായിട്ട് നിൽക്കുക, സുവിശേഷത്തെ വികലമാക്കുക, സുവിശേഷത്തിനെതിരെ നിൽക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത്. സുവിശേഷം വിശ്വസിച്ചാൽ അവരുടെ പരിപാടി പൊളിയും എന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ട് സുവിശേഷത്തിന് വിരോധമായി നിൽക്കുക. ഞാൻ ഇസ്ലാമിനെ കുറിച്ച് ഒരു വാക്കൂടെ പറയാതിരിക്കാൻ പറ്റുകയില്ല. അവർക്ക് ഒരു ദോഷമേ ഉള്ളൂ. ഇപ്പം ഒരു ദോഷമേ ഉള്ളൂ കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ സാധാരണ പറയുന്ന ഒരു കഥ വീണ്ടും പറയുകയാണ്. ഒരാൾ പനയിൽ നിന്ന് വീണു. അപ്പോൾ ആളുകൾ ഓടിക്കൂടിയപ്പോൾ ആൾക്കാർ ചോദിച്ചു, എങ്ങനെയുണ്ട് ആളിന് എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, വലിയ കുഴപ്പം ഇല്ല, പക്ഷേ ഒരു കുഴപ്പമുണ്ട്, തല കാണുന്നില്ല എന്ന് പറഞ്ഞു. വീണ്ടും വീഴ്ചയിൽ തല തെറിച്ചു പോയി. അപ്പം ശരീരത്തിന് വലിയ ദോഷമൊന്നും പറ്റുന്നതായിട്ട് കാണുന്നില്ല. ആളിന് വലിയ കുഴപ്പമില്ല, തലയില്ല എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. എൻ്റെ അവന് ഇസ്ലാമിലെ പ്രിയപ്പെട്ടവരോട് ചോദിച്ചാൽ പറയും, നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസമാണുള്ളത്? നിങ്ങൾക്ക് കൊണ്ട് യേശു, ഞങ്ങൾക്ക് കൊണ്ട് യേശു, നിങ്ങൾക്ക് കൊണ്ട് ദൈവം, ഞങ്ങൾക്ക് കൊണ്ട് ദൈവം, നമ്മൾ ഒന്ന് തന്നെയല്ലയോ പറയുന്നത്, ഒരു കുഴപ്പമേ ഉള്ളൂ. അതെന്താന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ യേശു ദൈവപുത്രനല്ല, ഞങ്ങളുടെ യേശു മരിച്ചിട്ടില്ല, അത് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അത് ശരി, പിന്നെ ഈ യേശുവിനെ കൊണ്ട് എന്താ കൊള്ളാവുന്നത്? ഇദ്ദേഹത്തെ കൊണ്ട് എന്തിൻ്റെ പ്രയോജനമാണുള്ളത്? എൻ്റെ പൊന്നുസഹോദരങ്ങൾ, സുവിശേഷം ഇല്ലായ്മ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് പിശാചാന്ന് തോന്നുന്നു കേട്ടോ. അവർ സുവിശേഷം ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് സുവിശേഷത്തിലെ ശത്രുക്കൾ പ്രവർത്തിക്കുന്നത്. സുവിശേഷത്തിനെതിരെ നിൽക്കുക, സുവിശേഷം ഇല്ലായ്മ ചെയ്യുക. അപ്പം അതുകൊണ്ട് അനിൽ കുമാർ അയ്യപ്പൻ പറഞ്ഞ പ്രസ്താവന ഞാൻ ആവർത്തിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ പ്രസ്താവന ഞാൻ പറയാം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇസ്ലാമിലെ ഈസ എന്ന് പറയുന്നത് നാം പറയുന്ന കർത്താവുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ആളാണ് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. അതാണ് അദ്ദേഹത്തോട് ചേർന്ന് എനിക്കും പറയാനായിട്ടുള്ളത്. ഇസ്ലാമിലെ ഈസയും ബൈബിൾ വെളിപ്പെടുത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് രണ്ടും രണ്ട് ആശയമാണ്. ഇസ്ലാമിലെ യേശു രക്ഷിക്കുന്ന യേശുവല്ല, ദൈവം മനുഷ്യനായി തീർന്ന യേശുവല്ല, ദൈവപുത്രനായിരിക്കുന്ന യേശുവല്ല, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവല്ല. ആ യേശു ബൈബിളിലെ യേശുവുമായിട്ട് എന്താ ബന്ധം? അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ ശക്തമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊള്ളണം. ഇസ്ലാമിലെ ഈസായും ബൈബിളിലെ യേശുവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെ ഇസ്ലാമിലെ അള്ളായും ബൈബിളിലെ യഹോവയായ ദൈവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഈ രണ്ട് കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു കിട്ടുമോ? അപ്പോൾ അതാണ് സുവിശേഷത്തിനെതിരെ നിൽക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി ശരി, ഞാനിനി ഈ രണ്ടാമത്തെ എനിക്ക് ചില കൺഫ്യൂഷൻ വന്നു കാണുമായിരിക്കും. ഒരുപാട് പോയിന്റുകൾ പറഞ്ഞല്ലോ അല്ലേ? ഏതായാലും ശരി, അടുത്തതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇവർ തമ്മിലുള്ളതായിരിക്കുന്ന കൺഫ്രണ്ടേഷനാണ്. പൗലോസും ഈ എലീമാസ് അല്ലെങ്കിൽ ബറിയേശു എന്ന് പറയുന്ന ആളുകൾ തമ്മിലുള്ളതായിരിക്കുന്ന കൺഫ്രണ്ടേഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം സുവിശേഷ വിരോധികളുടെ തനിനിറം നാം മനസ്സിലാക്കുകയും അത് വെളിപ്പെടുത്തുകയും ചെയ്യണം.
എന്നതാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. അല്ലെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് ആകട്ടോ, അത് സുവിശേഷ വിരോധികളായിരിക്കുന്ന ഈ ആളുകളുടെ തനി നിറം, അവരേത് നിലയിലുള്ള ആളുകളാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുകയും അത് നമ്മൾ വെളിപ്പെടുത്തുകയും ചെയ്യണം. ഈ ഉപയോഗിച്ചതായിരിക്കുന്ന അത്രയും കാഠിന്യമേറിയ ഭാഷ വേണമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അത് ബുദ്ധിപൂർവമായിട്ട് ചെയ്താൽ മതി. പക്ഷെങ്കിൽ ഈ മെഴുക്ക് പുരട്ടി പരുവത്തിൽ നിങ്ങളും പറയുന്നത് ശരിയാ ഞങ്ങളും പറയുന്നത് ശരിയാ എന്നുള്ളതായിരിക്കുന്ന നിലപാട് വിശ്വാസികൾക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പം അതിനെക്കുറിച്ച് ലൂക്കോസ് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി. പരിശുദ്ധാത്മപൂർണനായി. അവിടെ എലീമാസ് എന്ന് പറയുന്നയാൾ കള്ളപ്രവാചകനാകട്ടോ. അവൻ ദൈവവുമായിട്ട് ബന്ധമുള്ള ആളാണ്, ദൈവവുമായി പരിചയമുള്ള ആളാണ്, അദ്ദേഹം പറയുന്നത് വലിയ കൂടിയ കാര്യമാണെന്നൊക്കെ അവകാശപ്പെടുന്നയാളാണ്. എന്നാൽ പരിശുദ്ധാത്മപൂർണനായി ദൈവത്തിൻ്റെ വചനം പറയുവാനായിട്ടാണ് ദൈവമക്കളെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മപൂർണരായിട്ട് ദൈവത്തിൻ്റെ വചനം ഉള്ള നിലയിൽ പറയുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി. He stared at him. അപ്പം ഞാൻ പറയുന്നത്, നമ്മളൊക്കെ ഈ പറയുന്ന പ്രസ്ഥാനങ്ങളെയും ഇവരുടെ കള്ളത്തരങ്ങളെയും കാണാൻ കഴിയുന്ന രീതിയിൽ സൂക്ഷ്മതയോടെ ഇവരെ വീക്ഷിക്കണം എന്നതാണ് ഞാനിതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഉറ്റുനോക്കി, looked at him, took his face, അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ തറപ്പിച്ച് ഉറപ്പിച്ച് അവനെ പൗലോസ് നോക്കിയിട്ടു. നമ്മൾ നോക്കണം. ഈ പറയുന്ന കള്ളത്തരങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വീക്ഷണം നമുക്ക് ആവശ്യമാണ്. വിശ്വാസികളെക്കുറിച്ച് എസ് ലൂയിസ് ജോൺസൺ പറയുന്നൊരു പ്രസ്താവനയുണ്ട് കേട്ടോ. വിശ്വാസികളുടെ നല്ല പങ്ക് പൊട്ടന്മാരാണെന്ന്. വിശ്വാസികളുടെ നല്ല പങ്ക് പൊട്ടന്മാരാ. എന്തു പറഞ്ഞാലും ഇങ്ങനെ തലയും കുലുക്കി നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരെ കളിപ്പിക്കാൻ I2I ന്യൂസുകാരൻ പറയുന്നൊരു പ്രയോഗമുണ്ട്. എനിക്കറിയ അദ്ദേഹത്തിന് എല്ലാ പ്രസ്താവനയൊന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ, മൊണ്ണ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ, മൊണ്ണ വിശ്വാസികൾ എന്ത് പറഞ്ഞാലും തലകുലുക്കി നിൽക്കുന്നതായിരിക്കുന്ന ആളുകൾ. നമ്മൾ മൊണ്ണ വിശ്വാസികളാകരുത് കേട്ടോ. ഈ പറയുന്നതൊക്കെ സത്യമാണോ? ഈ പറയുന്നതിനകത്ത് കഴമ്പുണ്ടോ? ഇത് തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് നോക്കുവാൻ, തിരിച്ചറിയുവാൻ, വീക്ഷിക്കുവാൻ, വിമർശിക്കുവാനൊക്കെ ഉള്ള മനസ്സ്, അതിനുള്ള ഒരു കരുത്ത് വിശ്വാസികൾക്ക് വേണം. പൗലോസ് ഇദ്ദേഹത്തെ അങ്ങോട്ട് ഉറ്റുനോക്കിയിട്ട് ഇദ്ദേഹം പറഞ്ഞ പ്രസ്താവന ഭയങ്കര കഠിനമായ പ്രസ്താവന പറഞ്ഞു. ചിലർ പറയും, അങ്ങനെയൊന്ന് വിമർശിക്കാമോ? അയ്യോ അത് ശരി, അവർ ഒരു അസത്യം പറഞ്ഞെന്നല്ലേ ഉള്ളൂ, അതങ്ങ് വിമർശിക്കാമോന്ന്. എൻ്റെ പൗലോസ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ട് നോക്കിയേ. ഇവർ നോക്കിയിട്ട് പറഞ്ഞു, ഹേ പുള്ളി ശ്രദ്ധിക്കാൻ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാൽ ഞെട്ടിയൊന്ന് പുള്ളി ഒന്ന് നേരെ വരണം, അതിന് വേണ്ടി ഹേ എന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞു, സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സകല നീതിയുടെ സർവ്വനീതിയുടെയും ശത്രുവെ, കർത്താവിന് നേർവഴികളെ മറിച്ച് കളയുന്നത് നീ മതിയാക്കുകയില്ലേ. ഇദ്ദേഹം യഹൂദനായതുകൊണ്ടാണ് അത്രയും സ്വാതന്ത്ര്യം പൗലോസ് എടുത്തത് കേട്ടോ. ഒരു ജാതീയനായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത്രയും കർശനമായിട്ട് അദ്ദേഹം പറയുകയില്ലായിരുന്നു. ഞാൻ പറയാം, നമ്മളുടെ ക്രിസ്തീയ സമുദായങ്ങളിലുള്ള കള്ളപ്രവാചകന്മാരോട് ഒരു പക്ഷേ പൗലോസിൻ്റെ ഭാഷ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അവർ കള്ളത്തരം കാണിച്ച് മനുഷ്യരെ വഞ്ചിച്ച് സുവിശേഷത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റി ആ നിലയിലുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ വളരെ ശക്തമായി എതിർക്കേണ്ടതാണ്. അവരുടെ കള്ളത്തരവും പൊള്ളത്തരവും ഒക്കെ അത് പുറത്ത് കാണിക്കാൻ, അല്ലെങ്കിൽ അതിനെ വെളിപ്പെടുത്താനുള്ള ഒരു ബാധ്യത വിശ്വാസികൾക്കുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞ പ്രസ്താവന എനിക്ക് ഒരുപാട് ദീർഘമായി വിശദീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ പറയാം, സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ. എലീമാസ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ, സുവിശേഷത്തിന് വിരുദ്ധമായിരിക്കുന്ന നിൽക്കുന്ന ആളുകൾ, അവരെക്കുറിച്ചൊക്കെ പറയാൻ പറ്റുന്ന ഒരു പ്രസ്താവനയാണ് സകല കപടവും നിറഞ്ഞവനെ. അപ്പം കപടം എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് വഞ്ചന എന്നുള്ളതായിരിക്കുന്ന വാക്കാണ്. സുവിശേഷത്തിന് വിരുദ്ധമായി നിൽക്കുന്ന സകല മനുഷ്യരുടെയും തന്ത്രമെന്ന് പറയുന്നത് വഞ്ചനയാണ്. സുവിശേഷത്തിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ പരിപാടികളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വഞ്ചനയാണ്, അസത്യമാണ്. അതാണ് അവരുടെ അടിസ്ഥാനം. ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അതിനെക്കുറിച്ച് ഈ നാളുകളിൽ പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രസ്താവനയുണ്ട് കേട്ടോ. ഇസ്ലാം ഡൈസ് വിത്തൗട്ട് ലൈസ്
എന്നാണ് പ്രസിദ്ധമായിരിക്കുന്ന പ്രസ്താവന. ഇസ്ലാം ഡൈസ് വിത്തൗട്ട് ലൈസ്. അസത്യങ്ങളില്ല എങ്കിൽ ഇസ്ലാം മരിക്കും എന്നാണ് ആ പ്രസ്താവന. അവർ പറയുന്ന 2 അസത്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. ഒന്നാമത്തെ അസത്യം എന്ന് പറയുന്നത്, അവർ പറയുന്ന ഒന്നാമത്തെ അസത്യം എന്ന് പറയുന്നത്, അവരുടെ പുസ്തകമായിരിക്കുന്ന ഖുർആൻ വള്ളിക്കോ പുള്ളികൾക്കോ തെറ്റുകളില്ലാതെ ലഭിച്ചതുപോലെ തന്നെ ഇന്നും വിശ്വസ്തമായി നിൽക്കുന്ന പുസ്തകമാണ്. അത് പെർഫെക്റ്റ് പ്രിസർവേഷൻ ഓഫ് ദ ഖുർആൻ. ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം വള്ളികൾക്കും പുള്ളികൾക്കും തെറ്റില്ലാതെ ഇന്നും കിട്ടിയതുപോലെ തന്നെ സംരക്ഷിക്കപ്പെട്ട ഒരു പുസ്തകമാണ് എന്ന് പറയും. അത് ശരി. എൻ്റെ 30-ലധികം ഖുർആനുണ്ട് കേട്ടോ. 30-ലധികം വ്യത്യസ്തമായിരിക്കുന്ന ഖുർആൻ ഉള്ളപ്പോഴാണ് ഇവർ പറയുന്നത് വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം ഇല്ലാതെ സൂക്ഷിച്ചു എന്ന്. ഇന്ന് പാണ്ഡിത്യമുള്ള ആളുകൾ ആരെങ്കിലും പറയുകയില്ല. എന്നാൽ 95%, 98% പറയാം മുസ്ലിങ്ങളും പറയുന്നത് ഖുറാനിൽ വള്ളിയോ പുള്ളിയോ തെറ്റ് വന്നിട്ടില്ല, ബൈബിളെല്ലാം തിരുത്തിയ പുസ്തകമാണ്. പക്ഷെ ഞങ്ങളുടെ പുസ്തകം ഒരിക്കലും ആരും. അത് ശരി, അത് ശരി. അത് സത്യസന്ധമായ രീതിയിൽ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അതിന് ഇസ്ലാമിലുള്ള ആളുകളെ വെല്ലുവിളിക്കണം നമ്മൾ. അത് സത്യസന്ധമായ രീതിയിൽ പരിശോധിക്കണം. അതിനെക്കുറിച്ച് ജെയ് സ്മിത്ത് എന്ന് പറയുന്ന ആൾ പറഞ്ഞ പോലെ 80,000 വ്യത്യാസങ്ങൾ ഈ ഖുർആൻ തമ്മിൽ പരിശോധിച്ചാലുണ്ട്. എന്നിട്ടാണ് പറഞ്ഞത് വള്ളിയോ പുള്ളിയോ മാറിയിട്ടില്ല എന്ന്. 80,000 വ്യത്യാസങ്ങൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തു മരിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല എന്ന് പറയുന്ന കാര്യമാണ്. അവർ പറയുന്ന ഏറ്റവും ഭയങ്കരമായ അസത്യം. ലോകത്തിൻ്റെ ചരിത്രത്തിൽ, പുരാതന ലോകത്തെ സംബന്ധിച്ച് മനുഷ്യർക്ക് ഏറ്റവും വ്യക്തമായി പറയുവാൻ കഴിയുന്ന ഒരു പ്രസ്താവന, കർത്താവായ യേശു ക്രിസ്തു പൊന്തിയോസ് പീലാത്തോസിൻ്റെ നാളുകളിൽ ക്രൂശിക്കപ്പെട്ടു, അവൻ ക്രൂശിക്കപ്പെട്ട് മരിച്ചു എന്നുള്ള കാര്യം ലോകത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വ്യക്തമായ സത്യമാണ്. അതാർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതാണ് അവർ നിഷേധിച്ചിരിക്കുന്നത്. അപ്പം ലോകത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വ്യക്തമായിരിക്കുന്ന ഒരു ചരിത്ര സത്യം നിഷേധിക്കുന്ന ഒരു പുസ്തകം, അതിന് എന്ത് സാധ്യതയാണുള്ളത് എന്ന് നമ്മൾ ചോദിക്കണ്ടേ? ബൈബിള് തിരുത്തിയ പുസ്തകമാണെന്ന് പറയുന്നതിന് അവർക്ക് ഒരു പേടിയില്ല. പക്ഷേ ഖുർആൻ പ്രശ്നമുള്ള പുസ്തകമാണെന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് കോപിക്കും. അത് ശരി, നിങ്ങൾക്കേ ഉള്ളൂ അവകാശമല്ലേ, കൊള്ളാം, അത് നല്ല കാര്യമാണ്. ബൈബിൾ തിരുത്തി നിങ്ങൾക്ക് പറയാം, ഖുർആൻ തിരുത്തി ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതെന്തൊരു പരിപാടിയാ? യേശു ക്രിസ്തു മരിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല എന്ന് അങ്ങനെ പറയാൻ അവർക്ക് അനുവാദമുണ്ടെന്ന്. യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അടക്കപ്പെട്ടു എന്നുള്ള കാര്യവും ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം ചരിത്രത്തിൽ ഇങ്ങനെ പച്ചയായിട്ട് തെളിയിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മരിച്ചു എന്നതുപോലെ തെളിയിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവ് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും പ്രത്യക്ഷപ്പെട്ടു എന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച് വിശ്വാസം എന്ന് പറയുന്ന ഒരു ഭാഗം അതിന് നിശ്ചയമായിട്ടും ഉണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ മരിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു തർക്കത്തിനും ഇടയുള്ളതായിരിക്കുന്ന കാര്യമല്ല. അത് സത്യസന്ധമായ രീതിയിൽ ചരിത്രത്തിൽ നിന്ന് തെളിയിക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നത് പറഞ്ഞാൽ അതൊരു ഭയങ്കര കാര്യം. അപ്പം ഞാൻ പറയാം, എൻ്റെ പൊന്നസഹോദരങ്ങളെ ഞാൻ പറയാം, സുവിശേഷത്തെ വികലമാക്കുന്ന ആളുകളെല്ലാവരും അസത്യമാണ് പറയുന്നത്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വഞ്ചനയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. പറയുന്നതൊക്കെ കള്ളമാണ് പറയുന്നത്, അവർ സത്യം പറയുന്ന ആളുകളല്ല. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം സുവിശേഷത്തിനെതിരായിട്ട് നിൽക്കുന്ന ആളുകളുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് വഞ്ചനയാണ്. സകല ദൂർത്തും എന്ന് പറഞ്ഞാൽ എന്താ? ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പണസമ്പാദനമാണ്. അതാണ് പരിപാടി എന്ന് പറയുന്നത്. ഇവർ പറയുന്ന കള്ളത്തിനും ഇവരുണ്ടാക്കുന്നതായ സാമ്രാജ്യത്തിനെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് സാമ്പത്തിക നേട്ടമാണ്. ഈ കള്ളത്തരമെല്ലാം പറയുന്നതിന് പിൻപിലുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് അതുകൊണ്ടുണ്ടാകുന്നതായിരിക്കുന്ന സാമ്പത്തിക നേട്ടമാണ്. നമ്മുടെ ഇടയിലുള്ളതായിരിക്കുന്ന കള്ളന്മാർ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താ? ക്രിസ്തീയ സമുദായങ്ങളിലുള്ള കള്ളന്മാർ, സുവിശേഷത്തിന് വിരുദ്ധമായി നിൽക്കുന്ന കച്ചവടക്കാർ, അവരുടെ ഉദ്ദേശം എന്താ? ആളുകളെ പിഴിഞ്ഞ് അവർ സമ്പന്നന്മാരായി തീരുക എന്ന് പറയുന്നതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ പൗലോസ് പറഞ്ഞ കാര്യം ഇന്നും വളരെ ബാധകമായിരിക്കുന്ന കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ. അയ്യോ, ഇവർക്ക് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. ഇവരെ വിളിക്കേണ്ടത് പിശാചിൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് തന്നെയാണ് ഇവരെ വിളിക്കേണ്ടത്. സുവിശേഷത്തിന് വിരുദ്ധമായി നിൽക്കുന്ന സകല മനുഷ്യരും
പിശാചിന്റെ സന്തതികളാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായിട്ട് തന്നെ പറയുന്നു. സുവിശേഷത്തിന് വിരുദ്ധമായി നിൽക്കുന്ന സകല മനുഷ്യരും പിശാചിന്റെ സന്തതികളാണ് എന്ന് വചനം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു. സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം എന്ന് വിളിക്കണോ എന്നെ, അദ്ദേഹത്തിൻ്റെ പേരല്ലേ പിശാചിൻ്റെ മകനെന്നാണ്. നിങ്ങൾ സുവിശേഷത്തിന് വിരുദ്ധമായി നിന്നാൽ ദൈവത്തോട് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. പിശാചിൻ്റെ അധീനതയിലും അവൻ്റെ രാജ്യത്തിൻ്റെ ഭാഗവുമായി തീർന്ന ആളുകളാണ് സുവിശേഷം വിശ്വസിക്കാത്ത ആളുകളെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് വേഗം എനിക്ക് പറയണം, സകല നീതിയുടെയും ശത്രുവേ. എൻ്റെ പൊരുസഹോദരങ്ങളെ ഞാൻ പറയാം, സുവിശേഷം വിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നീതിക്കും ന്യായത്തിനും എല്ലാം എതിരായിട്ടുള്ള പരിപാടിയാണ്. അതും കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രസ്താവനയാണ്. ഞാൻ പറയാം, സുവിശേഷത്തിന് വേണ്ടി നമ്മൾ പോരാട്ടം കഴിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ്, നമ്മുടെ ലോകത്തിന് വേണ്ടിയാണ്. ഈ സുവിശേഷം വിട്ടുകളഞ്ഞാൽ മനുഷ്യൻ ഈ ലോകത്തിൽ കാണിക്കാൻ പോകുന്ന അന്യായത്തിന് യാതൊരു പരിധിയും ഉണ്ടാവുകയില്ല. ഇസ്ലാം മതം ഒരു ദേശം പിടിച്ചെടുത്താൽ ഉണ്ടാകുന്ന ദുരിതം എന്ന് പറയുന്നത് ഭയങ്കര ദുരിതമാണ്. അഫ്ഗാനിസ്ഥാനിൽ നോക്കിക്കോളൂ, സ്ത്രീകൾക്ക് നടക്കാൻ പറ്റുമോ, ജീവിക്കാൻ പറ്റുമോ, അവർക്ക് പഠിക്കാൻ സാധിക്കുമോ? എന്തൊരു കിരാതമായിരിക്കുന്ന ഒരു സമൂഹമാണ് ആ സംവിധാനം ഉളവാക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. ഹിന്ദുക്കളുടെ കയ്യിൽ കൊടുത്താലോ എങ്ങനെ ഇരിക്കും ഈ ലോകം എന്ന് പറയുന്നത്? നീതിക്കും ന്യായത്തിനും വേണ്ടി വലിയ വലിയ ശബ്ദമുയർത്തുന്ന ആളുകളോട് നമ്മൾ ചോദിക്കും, ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കും. ഈ ആശയം നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? ഈ ആശയം കർത്താവായ യേശുക്രിസ്തുവിലും സുവിശേഷത്തിലും അടിസ്ഥാനപ്പെട്ട കാര്യമാണ്. മനുഷ്യൻ്റെ മൂല്യം, അവന് വിലയുണ്ട് എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം അവനെ ഒരു മൃഗത്തെ പോലെ കണക്കാക്കുവാൻ കഴിയുകയില്ല. അവനെ പുറന്തള്ളി അവനുമായി അസ്പർശത പറയുവാൻ സാധിക്കുകയില്ല. അവൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്നുള്ള യാഥാർത്ഥ്യം അത് സുവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പറയാം, സുവിശേഷം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ അനുഗ്രഹമാണ്. അത് നീതിയും ന്യായവും ഈ ലോകത്തിൽ നടപ്പിൽ വരുത്തുവാനുള്ള ഏക മുഖാന്തരമാണ്. ഇതിനെ തള്ളിക്കളഞ്ഞാൽ നിങ്ങളുടെ പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലേക്കാണ്. അത് യാതൊരു തർക്കവുമില്ല. കമ്മ്യൂണിസം, അതിൻ്റെ അന്തം എന്താണ്? അത് വരുത്തിയ വിനയം എന്താണ്? അത് സൃഷ്ടിച്ച ലോകം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പരിപാടികളുടെ എല്ലാം അന്തമെന്ന് പറയുന്നത് നീതിയും ന്യായവും എല്ലാം തച്ചുടച്ച് അതിനൊക്കെ എതിരായിട്ട് മനുഷ്യരെ മൃഗങ്ങളെപ്പോലെ കണക്കാക്കി അവരുടെ ഇഷ്ടങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുന്ന ഒരു ഭയങ്കര ഹീനമായ ഒരു സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഗുരുതരമാകട്ടോ ഈ പറയുന്ന സുവിശേഷത്തിന് ശത്രുക്കളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിഭയങ്കരമായ ഗുരുതരമായ സംവിധാനമാണ്. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. കർത്താവിൻ്റെ നേർവഴികളെ മറിച്ച് കളയുന്നത് നീ മതിയാക്കുകയില്ലയോ എന്ന് ചോദിച്ചു. അവിടെ അതിന് മൂന്നാമത്തെ പ്രത്യേകതയായിട്ട് അവിടെ പറഞ്ഞേക്കുന്നതെന്ന് ചോദിച്ചാൽ, യുവന്മാരുടെ ഉദ്ദേശിച്ചത് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാനായിട്ട് ദൈവം ഒരുക്കി വഴിയാണെന്നറിയോ? അത് നേർവഴിയാണ്. നേരെ വന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാനായിട്ട് സാധിക്കും. പാപിയായിരിക്കുന്നൊരു മനുഷ്യൻ അവൻ പാപിയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പാപക്ഷമയ്ക്കായി വന്ന് പാപക്ഷമ സ്വീകരിച്ച് ദൈവമകനായി തീരുവാൻ അവന് സാധിക്കുമെന്നുള്ളതാണ് സുവിശേഷം. നേരെ വരാൻ പറ്റും. ഇപ്പം എന്താ ഇവന്മാര് ചെയ്യുന്നത്? അങ്ങനെയൊന്നും വരാൻ പറ്റൂല. അതിന് എന്തെല്ലാം സംവിധാനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അറിയാം. റോമൻ കത്തോലിക്കരോട് ചോദിക്കാം, യേശുക്രിസ്തുവിൻ്റെ അടുക്ക വരാൻ എന്ത് ചെയ്യണം? 7 കൂദാശ. എന്തെല്ലാം വിശുദ്ധന്മാർ. ഇപ്പം കന്യാമറിയാമിന് പഴയ കാലത്തുണ്ടായിരുന്ന പ്രാധാന്യം ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഏതാണ്ട് കുറച്ചിട്ടുണ്ട്. എൻ്റെ മുന്നേ കർത്താവിൻ്റെ അടുക്കലും കണ്ട് വരാൻ പറ്റുമോ? യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നതിന് തടസ്സമായി ആ പാതയെ വളച്ചൊടിച്ച് അതിൻ്റെ ആ ലാളിത്യവും നേർവീതിയും അതെല്ലാം ഇല്ലായ്മ ചെയ്ത് സുവിശേഷത്തെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഈ ദുഷ്ടന്മാരായിരിക്കുന്ന ആളുകൾ ചെയ്ത കാര്യം. അവസാനമായിട്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഇവർ ആത്യന്തികമായി വിജയിക്കുകയില്ല എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ വർത്താനം പറഞ്ഞെങ്കിലും ശരി, അവസാനം സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന ഇയാൾ സുവിശേഷം വിശ്വസിച്ചു കേട്ടോ, അതേ രക്ഷിക്കപ്പെട്ടു. നമുക്ക് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഉണ്ടെന്നുള്ളത് ശരിയാണ് കേട്ടോ, നമുക്ക് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഉണ്ടെന്നുള്ളത് ശരിയാണ്. നമ്മുടെ ശത്രുക്കൾക്ക് നമുക്ക് ഒരുപാട് ഉപദ്രവം ചെയ്യാൻ കഴിയുമെന്നുള്ളത് ശരിയാണ്. എന്നാൽ അവരാത്യന്തികമായി പരാജയപ്പെടും, സുവിശേഷം വിജയിക്കും എന്നുള്ളതാണ് ദൈവവചനത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നതാണ്. The last laugh belongs to God's people.
അവസാനത്തെ ചിരി അത് ദൈവമക്കൾക്ക് വേണ്ടി ദൈവം മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇന്ന് കഷ്ടതയും പ്രയാസമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ശരിയാ. പക്ഷെങ്കിൽ ഒരിക്കൽ നമ്മൾ ജയിക്കും. ആത്യന്തികമായ വിജയം ദൈവമക്കൾക്കാണ്, സുവിശേഷത്തിനാണ്. അതാണ് ദൈവത്തിന് വചനം പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിൽക്കുവാൻ തീരുമാനിച്ചതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം. ജീസസ് ക്രൈസ്റ്റ് will win. He has already won and his victory is going to be revealed. തൻ്റെ വിജയം അത് ആത്യന്തികമായിട്ട് വെളിപ്പെടുത്താൻ പോകുന്നൊരു ദിവസം വരുന്നു. അവൻ്റെ ശത്രുക്കളെല്ലാം സമ്പൂർണ്ണമായി പരാജയപ്പെട്ട് യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് വായു കൊണ്ട് ഏറ്റു പറയുന്ന ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അത് സംഭവിക്കും. അതാണ് ദൈവത്തിന് വചനം പറയുന്നത്. നമ്മുടെ ശത്രുക്കൾ എത്ര പ്രബലന്മാരായിരുന്നാലും, അവരുടെ പീഡനങ്ങളും പ്രവൃത്തികളും എത്ര കാഠിന്യമേറിയതായിരുന്നാലും, ഒരു ദിവസം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ അതെല്ലാം പരാജയപ്പെട്ട് നാം ജയാളികളായി യേശുക്രിസ്തുവിനോട് കൂടെ നമുക്ക് വാഴുവാൻ കഴിയും എന്നുള്ള ആ വലിയ സത്യമാണ് ദൈവത്തിന് വന്നിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ധൈര്യപ്പെടാം. ഈ വഞ്ചനകളെയൊക്കെ നമുക്ക് തിരിച്ചറിയാം. നമ്മൾ പറയുന്നതെല്ലാം വിഴുങ്ങുന്ന ആളുകളല്ല കേട്ടോ. നമ്മളങ്ങനെ വിഴുങ്ങാൻ പാടില്ല. വസ്തുനിഷ്ഠമായി സത്യസന്ധമായി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ യേശുക്രിസ്തുവും തന്നെ സുവിശേഷവും മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഏത് മനുഷ്യനും പരിശോധിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്, അതിന് മനസ്സ് വെച്ചാൽ. അപ്പം അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തിൻ്റെ പരിപാടിയിൽ പങ്കുകാരാകുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യമാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രങ്ങൾ അർപ്പിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ലോകത്തിലെ സംവിധാനങ്ങളെന്ന് പറയുന്നത് മാനുഷികമാണ്, അത് പിശാചിനാൽ നിയന്ത്രിക്കപ്പെട്ടതാണ്. എന്നാൽ അതിന് ദൈവത്തോട് എതിർത്ത് വിജയിക്കുവാൻ ആത്യന്തികമായി സാധിക്കുകയില്ല. ഈ പറയുന്ന പരിപാടികളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് വഞ്ചനയും കാപട്യവുമാണ്. അതുകൊണ്ട് അത് പരാജയപ്പെടുക തന്നെ ചെയ്യും. കർത്താവ് ആത്യന്തികമായി വിജയിക്കും. കർത്താവിൻ്റെ പക്ഷത്ത് നമുക്ക് നിൽക്കാം. കർത്താവ് നമ്മളെ അധികമായിട്ട് സഹായിക്കുമാറാകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ വിലയേറിയ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടുകൂടെ അങ്ങേക്ക് സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ വർത്തമാനകാലത്ത് ജീവിക്കുന്നത് വല്ലാത്തൊരു ലോകത്തിലാണ്. ദൈവത്തിൻ്റെ ശത്രുക്കൾ എത്ര കഠിനമായിട്ടാണ് ദൈവമക്കളെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഞങ്ങൾ ധൈര്യപ്പെടുന്നു കർത്താവേ. ഞങ്ങൾ വിശ്വസിക്കുന്നത് സത്യമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത് കർത്താവിൽ കൂടെ വെളിപ്പെടുത്തപ്പെട്ട സുവിശേഷമാണ്. അതോർത്ത് ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. ആത്യന്തികമായി സുവിശേഷം വിജയിക്കും എന്നുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരെയും അവിടുന്ന് രക്ഷിക്കും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. അതുകൊണ്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ.